പൗരന് ഓരോ അവകാശമില്ലേ? ഞാനിപ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ യു ഹാസ് ടു ആൻസർ മീ. നിങ്ങൾ എൻ്റെ അടുത്ത് പറയണ ഉത്തരം. നിങ്ങൾ എന്താണ് സെൻസർ ബോർഡ് എന്ന് പറയുന്ന ബുദ്ധിജീവികൾ എന്ത് സാധനമാണ് ഈ സിനിമയ്ക്കകത്ത് കണ്ടിരിക്കുന്നത്? ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമുള്ള അവർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ റൈറ്റ്സും, അതൊരു വിമന് വേണ്ട റൈറ്റ്സ്, ഒരു ഗേളിന് വേണ്ട റൈറ്റ്സ്, ഒരു മദറിന് വേണ്ട റൈറ്റ്സും. ഈ മനക്കലെ പഠിപ്പര കടന്ന പിന്നെ പാടവും പുഴയും മലയൊക്കെ ഇത് തന്നെയാണ്. നമ്മൾ കണ്ട് പരിചയിച്ച സാധനങ്ങളൊക്കെ തന്നെയാണ്. ഒറ്റൊരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ അതിൽ പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഴുത്തുകാരനും പ്രൊഡ്യൂസറും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പറ്റും. ഏതെങ്കിലും ഒരു പെൺകുട്ടി ഗർഭിണി ആരെങ്കിലും പീഡിപ്പിച്ച് ഗർഭിണിയാവുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെ മുകളിലൊന്നുമല്ല, ഇവിടുത്തെ സർക്കാരും അത് വേറെ രീതിയിലാണ് അതിനെയൊക്കെ പറയേണ്ടത്. അതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള ചിന്തകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ്. സെക്കൻഡ് ഹാഫ് വെറും എന്താ പറയുക, വേറൊരു രീതിയിലേക്ക് ഇവിടുത്തെ ഗവൺമെന്റിനെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക്, അതൊന്നും ചെയ്യാനൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു രാത്രി ഇവിടെ പീഡനത്തിനിടയെ ഗർഭിണിയായെന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റാണ് ഉത്തരവാദി. ഇപ്പം ഞാനൊരു തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി ഗവൺമെന്റോ? അത് ഞാനല്ലേ അതിൻ്റെ ഉത്തരവാദി? അതെന്ത് വിചിത്രമായ ചിന്ത എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇവര് ഈ വിവാദം ഉണ്ടാക്കിയ അത്ര രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഇല്ല. സിനിമ ഒരാവശ്യമില്ല. അത് സെൻസർ ബോർഡിൻ്റെ തന്നെയാണ് അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ടാക്സ് വാങ്ങിച്ചിട്ടാണ് അവര് ശരിക്കും പറഞ്ഞാൽ ഈ സെൻസർ ബോർഡിന്റെ ഓരോ സിനിമകളും പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഷോയിലെങ്കിലും അവരൊക്കെ വന്നിരിക്കണം. അവർ ജനങ്ങളോട് അവർ പറയാൻ ബാധ്യസ്ഥരാണ്. കാരണം ഞങ്ങൾ കൊടുക്കുന്ന ടാക്സിന്റെ പുറത്താണ് അവർക്കൊക്കെ ശമ്പളം കിട്ടുന്നത്, അല്ലേ? ഓരോ സിറ്റിങ്ങിനും ഞങ്ങൾ കൊടുക്കുന്ന ടാക്സാണ്. നിങ്ങളടക്കം ഞാനടക്കം എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുന്ന ടാക്സിന്റെ ശമ്പളമാണ്. അപ്പം അവർക്ക് ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വം വേണം. ഞങ്ങൾ ഇന്നത് കൊണ്ടാണ് ഈ പേര് മാറ്റാൻ പറഞ്ഞത് എന്നുള്ളത് പറയണ്ടേ? ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്കകത്തുനിന്ന് ഒരു കാര്യങ്ങൾ അവർ കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ പേരിന്റെ വിഷയം അത്. ആ പേര് കൊണ്ട് എന്താണ് ഈ സിനിമയ്ക്ക് ഒരു ദോഷം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസർ ബോർഡിൽ ഞങ്ങളുടെയൊക്കെ ടാക്സിന്റെ മുകളിൽ പുട്ടടിച്ച് അവിടെ AC റൂമുകളിൽ വിരാജിക്കുന്നവന്മാർ ഞങ്ങളുടെ അടുത്ത് പറയണം, ഇത് ഒരു സ്വതന്ത്ര രാജ്യമാണ്. ഇവിടെ ഓരോ പൗരനും ഓരോ അവകാശമില്ലേ? ഞാനിപ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ യു ഹാസ് ടു ആൻസർ മീ. നിങ്ങൾ എൻ്റെ അടുത്ത് പറയണ ഉത്തരം. നിങ്ങൾ എന്താണ് സെൻസർ ബോർഡ് എന്ന് പറയുന്ന ബുദ്ധിജീവികൾ എന്ത് സാധനമാണ് ഈ സിനിമയ്ക്കകത്ത് കണ്ടിരിക്കുന്നത്? ഞങ്ങളുടെയൊക്കെ ടാക്സ് വാങ്ങിച്ചുകൊണ്ട് അവിടെ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഒരു എത്രയെങ്കിലും പൊതുജനത്തോട് ഒരു ഇത് വേണ്ടേ? എന്താണ് നിങ്ങൾ പറഞ്ഞു തരൂ. ആ പേര് കൊണ്ട് എന്താണ് ഈ സിനിമയിൽ ദോഷം ചെയ്തത്? പടം ഒരു ആവറേജേ ഉള്ളതാണ്, അത്രയ്ക്ക് ഒരു ഇതില്ല, ഒരു ആവറേജേ ഉള്ളൂ. എങ്ങോട്ട് സുരേഷ് ഗോപിയുടെ കഥാപാത്രം കൊല്ല. പടത്തിൽ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. ുള്ളത് അവസാനം വരെ കാണിക്കുന്നില്ല. പടം എനിക്കിഷ്ടപ്പെട്ടില്ല. നല്ല പടമായിരുന്നു, നല്ല രസമുണ്ട്, എല്ലാവരും വന്ന് കാണണം. ഇന്നിപ്പോൾ ഒരു തിരക്ക് കുറവ്, റഷ് കുറവാണ്. പക്ഷേ നാളെ ഇവിടെ നല്ല ഹൈപ്പ്, നല്ല തിരക്കുണ്ടാവും. അതിന് പറ്റിയ സാധനം ഉണ്ട് അതിനകത്ത്. മസ്റ്റ് എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണാൻ. ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് പറയുന്നവരുണ്ടാവും. ഐ ഡോണ്ട് കെയർ ആൻഡ് ഐ ഡോണ്ട് നോ ബട്ട് ആരൊക്കെയാണ് നെഗറ്റീവ് പറയുന്നത്. പക്ഷേ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമുള്ള അവർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ റൈറ്റ്സും, അതൊരു വിമന് വേണ്ട റൈറ്റ്സ്, ഒരു ഗേളിന് വേണ്ട റൈറ്റ്സ്, ഒരു മദറിന് വേണ്ട റൈറ്റ്സും. പിന്നെ അതിനകത്ത് അങ്ങനെ അവരെ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുകയല്ല, എല്ലാവർക്കും വേണ്ട റൈറ്റ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്ത് എന്താണ് നമ്മളെ റിക്വയർമെൻ്റ് എന്നുള്ളത് നമുക്കൊരു പുതിയ ഒരു ലോ തന്നെ നമുക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ നമ്മളത് കാണുക, എന്താണ് അറിയുക, എഡ്യൂക്കേറ്റ് ആവുക. അതാണ് എൻ്റെ അഭിപ്രായം. ശരി, നല്ലൊരു പടം. പിന്നെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്. ആ കൂടെ ഒറ്റ ഫൈറ്റേ ഉള്ളൂ. പിന്നെ വില്ലൻ ആരാണെന്ന് ലാസ്റ്റ് ഒരു നീട്ടി വയ്ക്കും. നമ്മുടെ ഒരു സർക്കാരിനെ തേച്ചൊട്ടിക്കാന്ന് വെച്ചാൽ കേവയിൽ സംഭവമൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്. പിന്നെ മുമ്പ് നടന്ന ഇരകളുടെ ഒരു ഇത്, അതാണ് പടത്തിലെ ഒരു ടെംപ്ലേറ്റ്. അതായത് നീതി കിട്ടുന്നില്ല, അതാണ് പടത്തിലെ മെയിനായിട്ടുള്ള പ്ലോട്ട്. കണ്ടിരിക്കാം, അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഈ ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു കൺഫ്യൂഷൻ വരുന്നൊരു തീമിലോട്ടാണ് കഥയുടെ ഫൈനൽ ക്ലൈമാക്സിലോട്ട് വരുന്നത്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു നോർമൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു ലാബിൽ വരുന്നുണ്ട്. കൊള്ളാം, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഏറ്റവും കൊള്ളാത്ത അനുഭവം പരമേശ്വരായിരുന്നു. ഓരോ സെക്കൻഡിൽ കരഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വീണുകൊണ്ടിരിക്കും, തല വീണുകൊണ്ടിരിക്കും. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സുരേഷ് ഗോപി കൊള്ളാം, ആക്ടിംഗ് ഒന്നും മാറിയിട്ടില്ല.
സൂപ്പറാണ്. കണ്ടിട്ടുണ്ട്. ഇവൻ അതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഓ എന്റെ അച്ഛനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലെന്നേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് പോയി. എങ്ങനെയുണ്ട് സുരേഷ് ഗോപി? ഷോയൊന്നും കുഴപ്പമില്ല. ആക്ച്വലി നല്ല റിലവൻറ്റ് സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ആക്ച്വലി എടുത്തത് ഭയങ്കര വേഗമായി പോയി. കൂടെ ഗോട്ട് ടു ദ പോയിന്റ് കുറച്ചുകൂടെ കറക്റ്റായിട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ നല്ലൊരു എഫക്റ്റീവ് ആയിരുന്നു തന്നെ. ബിസോസോ